എല്ലാവർക്കും എം കെ ജംഗ്ഷൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എം കെ ജംഗ്ഷൻ അഥവാ മുക്കട്ട ജംഗ്ഷൻ. ഇന്ന് നമ്മളുടെ അതിഥികളായി വന്നിരിക്കുന്നത് ആളില്ലാത്ത വീട്ടിലെ ആണൊരുത്തൻ എന്ന സിനിമയിലെ പ്രശസ്ത നടൻ ഋഷികേഷ് തമ്പി, കയ്പമംഗലം പാർവതി, അരുണിമ അന്തർജന. നിങ്ങൾക്ക് എന്താണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? എന്തുട്ടാ ഇപ്പൊ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ നിങ്ങൾ എങ്ങനെയാണ് തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നത്? അതിപ്പോൾ എന്താ ചെയ്യുക? തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ ഭാഷ സംസാരിക്കുക, തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ സംസാരിക്കുക, പക്ഷെ തെറിയും ഞാൻ സംസാരിക്കും. അതിവിനയത്വം. അപ്പം ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നല്ല ഒരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. അത്രേ ഉള്ളൊരു അഭ്യർത്ഥനയുള്ളൂ. ഇവരുടെയൊക്കെ നല്ല അഴിഞ്ഞാട്ടമാണ് ആ സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് ഈ നായിക വളരെയധികം കാലിബറുള്ളൊരു നടിയാണത്. അന്തർജനം. അതെ അതെ, അരുണിമ അന്തർജനം. ഈ സിനിമയിൽ ഊമയായിട്ടാണ് അഭിനയിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതെ അതെ, ഊമയാണെങ്കിൽ എനിക്ക് 4 ഡയലോഗ്സ് ഉണ്ട്. ഡബിംഗ് ആണ് അത് ചെയ്തിട്ടുള്ളത്. മുന്നോട്ട് വന്ന വഴിയെ നോക്കുമ്പോൾ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നോട്ട് തിരിഞ്ഞു നോക്കാൻ തോന്നുന്നുണ്ട്? ഒരിക്കലും ഇല്ല, എനിക്ക് മറു സൈഡിൽ കൂടെ പോകാനാണ് താല്പര്യം. വളരെ ആലോചിച്ച് ഉത്തരം പറഞ്ഞു. എൻ്റെ അടുത്ത ചോദ്യം, പ്രശസ്ത നടി, നാടോടി നൃത്ത കലാകാരിയുമായ കയ്പമംഗലം കാർത്തികയോടാണ്. നമുക്കൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാലും, അങ്ങോട്ടല്ല, ജീവിതത്തിൻ്റെ പുറകുവശത്തോട്ടും തിരിഞ്ഞു നോക്കിയാലും. കൊല്ലം ജില്ലയിലെ കശുവണ്ടി ഫാക്ടറിയിൽ ഫീലിംഗ് സെക്ഷനിൽ ജോലി ചെയ്ത് 18 വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ കയറിയ താങ്കളുടെ ജീവിതം എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? നോ അങ്ങനെയല്ല. ആക്ച്വലി എൻ്റെ ഡാഡിയുടെ ഫാക്ടറിയാണ്. ഞാൻ അവിടെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോഴാണ് ഞാൻ പാവപ്പെട്ടവരെ കണ്ടവർക്ക് സഹായിക്കാൻ തുടങ്ങിയത്. പാവപ്പെട്ടവരെ സഹായിക്കുന്നവർ. കഴിഞ്ഞ ആഴ്ച ഒരു പിച്ചക്കാരൻ്റെ കൈ ചവിട്ടി ഓടിച്ചതിൻ്റെ കേസ് വർക്കല സ്റ്റേഷനിൽ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നോ ഐ ഡോണ്ട് നോ. അതിവിനയത്വം. മിസ്റ്റർ ഋഷികേഷ് തമ്പി, താങ്കളെ കുറിച്ച് ഞാൻ ചോദിക്കുന്നത്, 6ഓളം പടങ്ങൾ, അതിൽ 4 ഫ്ലോപ്പ്, 2 സിനിമകൾ ഇറങ്ങിയിട്ടില്ല. താങ്കൾ ഒരു കോടീശ്വരനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ വിച്ഛേദനം താങ്കൾ എന്തായിരിക്കും പറയേണ്ടത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു കോടീശ്വരനാണ്. ഇഷ്ടംപോലെ പൈസ എനിക്ക് ഉണ്ട്. എൻ്റെ അച്ഛനപ്പന്മാരെ കാലം തൊട്ടേ ഇഷ്ടം പോലെ പൈസ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പൈസയുടെ ഇടയിൽ കിടന്നു, പണത്തിന്റെ ഇടയിൽ കിടന്നാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പൈസ എന്ന് പറയുന്ന സാധനം ഒരു സീരിയസ് മാറ്റർ അല്ല. താങ്കളുടെ ജീവിതം വരച്ച് കാട്ടുന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടാലോ? പിന്നെ കാണാലോ. $400 കോടിയിലധികം സമ്പാദ്യം, ആവശ്യത്തിന് പൈസ, പണത്തിന്റെ ഇടയിലെ ജീവിതം, എന്നിട്ട് 40 രൂപയുടെ ചിപ്സിന് വേണ്ടി അടികൂട്ട്, രക്ഷാവഹം.